കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസ് സഹപാഠികളാൽ കൊല്ലപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. വിവരങ്ങളുമായി മേഘ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, എന്താണ് ഈ വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങളെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ കോടതിയിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, നമ്മളെ ഏറെ ബുദ്ധിമുട്ടിയ, ഏറെ വേദനിപ്പിച്ചൊരു സംഭവം കൂടിയായിരുന്നു താമരശ്ശേരിയിൽ അന്ന് നടന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെന്ന് നമ്മൾ ഏറെ വേദനയോട് ചോദിക്കുകയും ചെയ്തതാണ്. മേഘയുണ്ട് നമ്മളോടൊപ്പം. നോക്കാം എന്താണ് അതിൻ്റെ നിയമപരമായ വശങ്ങൾ ഇന്ന് എങ്ങനെയാണെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി. ഇന്നിപ്പോൾ കുറ്റാരോപിതരായി നിൽക്കുന്ന സഹപാഠികളുടെ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിലേക്ക് എത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റിന്റെ പ്രോസിക്യൂഷന്റെ വാദം എന്താണ്? ഈ ജാമ്യാപേക്ഷയിൽ ഈ വിദ്യാർത്ഥികൾ പറയുന്ന വാദം എന്താണ്? സമഗ്രമായ വിവരങ്ങൾ. മനു, ഗുഡ് മോർണിംഗ്. അതായത് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതികളായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നേരത്തെ ഈ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലാ കോടതി അപ്പീൽ സമർപ്പിച്ചത്. ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി ഈ കേസ് പരിഗണിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മുതിർന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നൊരു ആരോപണം ഷഹബാസിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. ഈ കേസിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുൻപിൽ ഉണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിൽ പങ്കുള്ളത് എന്നതാണ് അന്വേഷണ സംഘം നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ വിശദമായൊരു അന്വേഷണം, കാരണം നേരത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരം, അതിനു പിന്നാലെ അത് ആസൂത്രണം നടന്നിരുന്നോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ പുറത്തുനിന്ന്, അതായത് മുതിർന്ന ആളുകൾക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. എന്നാൽ കുടുംബത്തിന്റെ ആവശ്യം അതുൾപ്പെടെ പരിശോധിക്കണം എന്നതാണ്. എല്ലാം വിശദമായി തന്നെ അന്വേഷണ സംഘം നിലവിൽ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടി കോഴിക്കോട് ജില്ലാ കോടതിയാണ് ഈ പ്രതികളായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതിനുശേഷം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ എന്താണ് കോടതിയിൽ ഈ പോലീസ് പറയുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ അതിനുശേഷമായിരിക്കും ലഭ്യമാവുക. തീർച്ചയായും. ഈ കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെയൊക്കെ കണ്ടിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ വിഷയങ്ങളടക്കം ഉന്നയിച്ചിരുന്നു. പുറത്തിറങ്ങിയതിനു ശേഷം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ആ വാക്കിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമാണ് എന്നതടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. ഏതായാലും പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ ആ രീതിയിലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അല്ലേ? മനു, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഘർഷത്തിന്റെ പിന്നാലെയാണ് ഈ 10ാം ക്ലാസ്സുകാരൻ കൊല ചെയ്യപ്പെടുന്നത്. ആ ദിവസം തന്നെ ഇതിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികളെ പൂർണ്ണമായും കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു. 5 വിദ്യാർത്ഥികൾ ആ ദിവസം തന്നെ കസ്റ്റഡിയിലാകുന്നു. ഒരു വിദ്യാർത്ഥി പിറ്റേ ദിവസവും കസ്റ്റഡിയിലാകുന്നു. അങ്ങനെ കൃത്യമായ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കൊലയ്ക്ക് ഉപയോഗിച്ചിരുന്ന ആയുധം ഉൾപ്പെടെ കണ്ടെടുക്കുന്നു. അത് അതായത് ഈ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പിതാവിൻ്റെതാണ് എന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള പ്രചാരണം നടന്നിരുന്നുവെങ്കിലും അത് അങ്ങനെയല്ല. ആ വീട്ടിൽ ഉണ്ടായിരുന്ന ഈ പ്രതിയുടെ അനുജൻ്റെതാണ്. അങ്ങനെ കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കൃത്യമായി പുറത്തുനിന്നുള്ള ആളുകളുടെ സഹായം ലഭിച്ചു എന്നൊരു പരാതി കുടുംബം ഉന്നയിക്കുമ്പോൾ അതുൾപ്പെടെ വിശദമായി തന്നെയാണ് ഈ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ഏതെങ്കിലും തരത്തിൽ കൃത്യമായ തെളിവ് കിട്ടിയാൽ മാത്രമേ അത്തരത്തിലുള്ള അതിന് പിന്നാലെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം ഈ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. അങ്ങനെ തന്നെയാണ് ആ കുടുംബം പ്രതികരിച്ചത്. ഏതായാലും ആ വഴിക്ക് കൃത്യമായി തന്നെ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം, അതായത് ജാമ്യാപേക്ഷ എന്താണ് കോടതിയിൽ പോലീസ് പറയുക എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ശേഷം മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം വളരെ സെൻസിറ്റീവായ ഒരു കേസാണ്. ഈ വിദ്യാർത്ഥികളാണ് ഇതിലെ പ്രതികൾ. ഒരു വിദ്യാർത്ഥി തന്നെയാണ് കൊല്ലപ്പെടുന്നത്. ആ തരത്തിൽ തന്നെയാണ് പോലീസ് ഈ കേസിനെയും നോക്കിക്കാണുന്നത്. ശരി, നമുക്ക് നോക്കാം ഏതായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.